ജെൻസും ഈക്വലി സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പം. അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം ഒരു ഏജ് കഴിയുന്ന സമയത്ത് കഷണ്ടി വരുന്നതാണ്. സോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്? അപ്പം അങ്ങനെ കഷണ്ടി വരുമ്പോഴേ ഏർലി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ തിന്നായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിസ്റ്റിംഗ് ഹെയറിനെ നമുക്ക് നിലനിർത്താൻ പറ്റും. അതങ്ങനെ തിന്നായിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഒരു സൊല്യൂഷൻ. അതും നമ്മൾ ഏർലി ആയിട്ട് ചെയ്യണം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെയാ ചെയ്യുക? നമ്മൾ ആ ഡോണർ ഏരിയ ഇല്ലേ, ബാക്കിലുള്ള ഹെയറിനെ അവസാനമായിട്ട് പോകുന്ന ഹെയർസ് ആണ്. ആ ഹെയർ നമ്മൾ കുറെ ഏജിലാകുമ്പോഴും കുറച്ച് ഇതാകുമ്പോഴും ഫുൾ കഷണ്ടി ആയാലും ആ ബാക്കിലുള്ള ഹെയർ ഇങ്ങനെ കാണാമല്ലോ. ആ ഹെയറിനെയാണ് നമ്മൾ ഈ കഷണ്ടിയുള്ള ഏരിയസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇഞ്ചെക്ട് അല്ല, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ തിന്നായി കഴിഞ്ഞാൽ പിന്നെ ഈവൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ചെയ്താലും റിസൾട്ട് ഉണ്ടാവില്ല. ഇനി ഏർലി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, തിന്നായിട്ട് വരുമ്പോൾ തന്നെ. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് എല്ലാവർക്കും അറിയാം. PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ട്രീറ്റ്മെന്റ്. അപ്പൊ അതിങ്ങനെ മൾട്ടിപ്പിൾ സെഷൻസ് ചെയ്യണം. അതൊക്കെ എല്ലാ സെന്ററിലും ഇപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ കോമ്പറ്റേറ്റീവ് പ്രൈസിലൊക്കെ ഉണ്ട്, എത്രയോ ചീപ്പായിട്ടൊക്കെ ചെയ്യുന്ന. അതൊന്നും റൈറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, റൈറ്റ് ആയിട്ടുള്ള ട്യൂബ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെ ഇഞ്ചക്ഷൻ ആണ്, വെറുതെ പ്ലാസ്മയിൽ ഒരു പ്ലേറ്റ്ലെറ്റും ഉണ്ടാവില്ല, വെറുതെ റിസൾട്ടും കിട്ടില്ല. ഇനിയിപ്പോ PRP കഴിഞ്ഞിപ്പോ GFC അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ആ ട്യൂബ്സ് ഡിഫറെന്റ്, അതന്നെ കൂടുതൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്. എല്ലാവർക്കും ഈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ടോ, PRP GFC. ഇപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടം അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള PRF എന്ന് പറഞ്ഞിട്ട്, അതും ട്യൂബ്സിന്റെ ഡിഫറൻസ് ആ ബ്ലഡ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ്. ഒരു സെക്കൻഡ് ജനറേഷൻ PRP എന്ന് പറയാം, PRF. അത് നല്ലതാ. പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ്, എക്സസോംസ് അങ്ങനെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, അതും ഭയങ്കര പോപ്പുലർ ആണ്. ഇനി എക്സസോം ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേക്ക് എക്സസോം നമ്മള് ഈ അംബിലിക്കൽ കോഡ് ഇതില്ലേ പ്ലാസന്റേന്ന് എടുക്കുന്നത്. അപ്പൊ അതൊരു വേറൊരാളെ ജനറ്റിക് മെറ്റീരിയൽ എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യും. അപ്പൊ എക്സസോംസ് തന്നെ പ്ലാൻ ബേസ്ഡ് ഉണ്ട്. എക്സസോം ഇങ്ങനെ ഈ അംബിലിക്കൽ കോഡ്, പ്ലാസന്റ അങ്ങനത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്നത്. അപ്പൊ വേറൊരാളെ ജനറ്റിക് മെറ്റീരിയൽ, അതിന്റെ ഒരു എത്തിക്കൽ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിനേക്കാളും നല്ല നമ്മളെ ബോഡിയിലുള്ള എക്സസോംസ് തന്നെ എടുക്കുക. അതാണ് ഒരു പുതിയ കോൺസെപ്റ്റ്, നാനോ ഫാറ്റ് ഹെയർ റീജുവനേഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ്. അതായത് നമ്മളെ ബോഡിയിലെ ഫാറ്റ് എടുക്കാം. ഫാറ്റ് കുറച്ച്, ഇപ്പൊ ബ്ലഡ് എടുക്കുന്ന പോലെ നമ്മളെ ഇപ്പൊ അബ്ഡമനൊക്കെ ഇച്ചിരി ഫാറ്റ് എടുക്കാം. എന്നിട്ട് ഈ ഫാറ്റിനെയല്ല, നമുക്ക് ഫാറ്റ് സെൽസിനെയല്ല വേണ്ടത്, ആ ഫാറ്റ് സെൽസിന്റെ ഇടയിലുള്ള സ്റ്റെം സെൽസാണ് വേണ്ടത്. അപ്പൊ അതിനെ നമ്മൾ വേർതിരിച്ചെടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റെം സെല്ലിനെ നമുക്ക് ഡയറക്ട്ലി ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും, പ്ലാസ്മ PRP എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ അതാണ് ഒന്നും കൂടി നാച്ചുറൽ. അപ്പോൾ ആ നാനോ ഫാറ്റ് ഹെയർ റീജുവനേഷൻ അധികം ആൾക്കാർ ചെയ്യുന്നില്ല. അതാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ പറയാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഏർലി ആയിട്ട് ചെയ്യുക, ഇങ്ങനത്തെ തിന്നാവുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുക. പിന്നെ അത്രയും ലേറ്റ് ആക്കരുത്. ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വരും. ഇനി ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ സ്റ്റേജും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി വേറെ എന്തൊക്കെ കൺസേൺ ആണ് ഈ ആണുങ്ങള്? എന്തൊക്കെ ആണുങ്ങൾക്ക് എല്ലാ കൺസേൺസും ഉണ്ടല്ലോ. അങ്ങനെ ആണ് പെണ്ണെന്നുള്ള അങ്ങനെ ഒരു വേർതിരിവില്ലല്ലോ. അവർക്ക് ആക്നിയും, ഞാൻ കൂടുതൽ ആണുങ്ങളെയാണെന്ന് തോന്നുന്നു എനിക്ക് കാണുന്നത്, അങ്ങനത്തെ ആക്നി, പിഗ്മെന്റേഷൻ. അപ്പോൾ ചില ആൾക്കാർക്ക് ഹൈഡ്രോഫേഷ്യൽ ഓൺലി ഫോർ ഫീമെയിൽസ്, അങ്ങനെയല്ല. അവർക്കും അവരുടെ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ എല്ലാ ട്രീറ്റ്മെന്റും ഇപ്പോൾ ലേഡീസ് ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റും അവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് ഡിഫറൻസ് ഉണ്ടോ? അങ്ങനെ ചില ബ്രാൻഡ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു 100% ഇങ്ങനെ മെന്നിന് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, അത് ഒരേ സെയിം പ്രോഡക്ട്സ്, പക്ഷെ മെന്നിന്റെ സ്കിന്ന് കുറച്ചുകൂടി തിക്കായിരിക്കും. അപ്പോൾ അവരുടെ കൊളാജൻ ലോസ് ഒക്കെ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും. ഫീമെയിൽസിന് നമ്മൾ ഹോർമോണൽ ചേഞ്ചസ്, പ്രഗ്നൻസി ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ വേഗം ഈ കൊളാജൻ, ഞാൻ പറഞ്ഞില്ലേ, ഏജിങ് വേഗം വരും. അപ്പൊ അവർക്ക് കുറച്ച് നേരത്തെ തുടങ്ങാം ആന്റി ഏജിങ്. ഇപ്പൊ ഒരു മെൻ ആൻഡ് വിമൻ ഒരു 10 years ഡിഫറൻസ് എന്നാണ് ചില സ്റ്റഡീസ് ഉണ്ട്. ഇപ്പൊ 30 വയസ്സുള്ള ഒരു ഫീമെയില് 30 വയസ്സ്, ആ ചേഞ്ചസ് ഒരു മെന്നിന് വരുമ്പോൾ 40 വയസ്സാവും. അങ്ങനെ ചില സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ് തുടങ്ങിയാൽ മതി.